ഭൂമിയുടെ 70% ജലമാണെന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും ഗവേഷകർ പലപ്പോഴും പറയാറുണ്ട്. കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്ന രത്നങ്ങൾ, കടലിനടിയിലെ തിളങ്ങുന്ന വസ്തുക്കൾ, ഇവയെക്കുറിച്ചെല്ലാമുള്ള കഥകൾ കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. നമുക്കിതുവരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഭൂമിയെക്കുറിച്ചും സമുദ്രങ്ങളെക്കുറിച്ചും പഠനം നടത്തുന്ന ഗവേഷകർ പറയുന്നത് സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയുണ്ടെന്നാണ്. നിധിയെന്ന് വെച്ചാൽ സാക്ഷാൽ സ്വർണം തന്നെ. ലോകത്തെ സമുദ്രങ്ങളിൽ ഏകദേശം 20 മില്യൺ ടൺ സ്വർണം ലയിച്ചു ചേർന്നിട്ടുണ്ടെന്നും കണക്കുകൂട്ടിയാൽ അവയ്ക്ക് ഏകദേശം $2 ക്വാഡ്രില്യൺ വില വരുമെന്നുമാണ് പഠനം നടത്തിയ ഗവേഷകർ പറയുന്നത്. പക്ഷെ കഥകളിലെല്ലാം നമ്മൾ കേൾക്കുന്ന പോലെ ഒരു പെട്ടിക്കുള്ളിൽ നിറഞ്ഞു കവിഞ്ഞുന്ന രീതിയിലല്ല ആ സ്വർണം ഇരിക്കുന്നത്. മറിച്ച് സൂക്ഷ്മമായ തരികളായിട്ടാണ് അവ കാണപ്പെടുന്നത്. മനുഷ്യന് അത്ര പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത വിധം സ്വർണ്ണ തരികളായാണ് അവയുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും സ്വർണം നമ്മുടെ സമുദ്രത്തിലുണ്ടെങ്കിൽ നമുക്കത് ഖനനം ചെയ്തെടുത്തൂടെ? എന്തുകൊണ്ട് അതിനായി ആരും ശ്രമിക്കുന്നില്ല? നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗവേഷകരും. എന്നാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് ആ സ്വർണം ഖനനം ചെയ്തെടുക്കാൻ കഴിഞ്ഞേക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗവേഷകർ പറയുന്നതനുസരിച്ച് ഓരോ 100 ദശലക്ഷം മെട്രിക് ടൺ കടൽ വെള്ളത്തിലും 1 ഗ്രാം സ്വർണം അടങ്ങിയിട്ടുണ്ട്. അവ പൊടുന്നനെ ഒരു ദിവസം ഉണ്ടായതല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രക്രിയകളുടെ ഫലമാണിത്. അതിലൊന്നാണ് മണ്ണൊലിപ്പ്. പാറകളും മറ്റും തകരുമ്പോൾ അവയ്ക്കുള്ളിലെ സ്വർണ്ണത്തരികൾ ജലത്തിൽ അടിഞ്ഞുകൂടുകയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ഹൈഡ്രോ തെർമൽ വെന്റ് അഥവാ താപജല സ്രോതസ്സുകളാണ് മറ്റൊരു കാരണം. ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്നിടത്ത് സാധാരണയായി കാണപ്പെടുന്ന ഈ വെന്റുകൾ സ്വർണം അലിഞ്ഞു ചേർന്നിട്ടുള്ള ധാതു സമ്പുഷ്ടമായ ദ്രാവകങ്ങൾ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടും. എന്നാൽ വളരെ നേരിയതും വളരെ സാന്ദ്രത കുറഞ്ഞതുമായ സ്വർണമാണ് കടലിനടിയിലുള്ളത് എന്നതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുന്നതിന് അൾട്രാ സെൻസിറ്റീവ് ഉപകരണങ്ങൾ ആവശ്യമാണ്. എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണമനുസരിച്ച് സമുദ്രജലത്തിലെ സ്വർണം ഫെംറ്റോമോൾസ് പെർ ലിറ്റർ എന്ന കണക്കിനാണ് അളക്കുന്നത്. അതായത് 1 ഗ്രാമിന്റെ ട്രില്യണിൽ 1. അറ്റ്ലാന്റിക്, വടക്കുകിഴക്കൻ പസഫിക് എന്നിവിടങ്ങളിൽ സ്വർണത്തിന്റെ സാന്ദ്രത 50 മുതൽ 150 വരെ ഫെംറ്റോമോളുകളാണ്. അതുകൊണ്ട് തന്നെ 10 കോടി മെട്രിക് ടൺ കടൽ വെള്ളത്തിൽ നിന്ന് വേണം 1 ഗ്രാം സ്വർണം ലഭിക്കാൻ. സാങ്കേതിക ബുദ്ധിമുട്ടാണ് മറ്റൊരു വലിയ വെല്ലുവിളി. ഒരളവിൽ കൂടുതൽ സ്വർണം ഖനനം ചെയ്യണമെങ്കിൽ പ്രത്യേക ലാബുകളും അതിസൂക്ഷ്മമായ ഉപകരണങ്ങളും ആവശ്യമാണ്. ഒരു ചെറിയ പൊടിപടലം പോലും പരിശോധനാ ഫലങ്ങളെ ബാധിച്ചേക്കാം. കൂടാതെ വലിയ സാമ്പത്തിക ചെലവും ഉണ്ടായേക്കാം. കടൽ വെള്ളത്തിൽ നിന്ന് സ്വർണം ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പോഞ്ച് പോലെയുള്ള വസ്തുവിനെ കുറിച്ച് ഇടക്കാലത്ത് ഗവേഷകർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം ആ പദ്ധതി മുന്നോട്ട് പോയില്ല. എന്നാൽ ഈ വെല്ലുവിളികളെല്ലാം മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഗവേഷണവുമായി മുന്നോട്ട് പോകാനാണ് ശാസ്ത്രലോകത്തിന്റെ പ്ലാൻ. റിപ്പോർട്ടുകൾ പ്രകാരം നദികൾ, പാറക്കഷ്ണങ്ങൾ എന്നിവയിലൂടെ എത്ര സ്വർണം കടലിലേക്ക് ഒഴുകുന്നു, സമുദ്രങ്ങളിലൂടെ എത്ര വേഗത്തിൽ അവ നിക്ഷേപിക്കപ്പെടുന്നു എന്നിവ ഗവേഷകർ തുടർന്നും നിരീക്ഷിക്കുകയാണ്. ഇന്ന് വരെ സമുദ്രത്തിൽ ആകെ അടിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വർണം ഏകദേശം 14 ദശലക്ഷം കിലോഗ്രാം ആണെന്നാണ് കണക്ക്. ഏകദേശം 220 വർഷം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നതും. എന്തായാലും കടലിൽ നിന്ന് സ്വർണം ഖനനം ചെയ്ത് ധനികനാവുക എന്ന സ്വപ്നം ഒരുപക്ഷെ യാഥാർത്ഥ്യമായില്ലായിരിക്കാം. പക്ഷേ തുടരെ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞർ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്.